കേരളത്തിൽ മാത്രമല്ല മംഗലാപുരം ഉൾപ്പെടുന്ന ദക്ഷിണ കന്നഡ ജില്ലയിലും കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത്. ദേരളകത്തെ മുണ്ടേപ്പടവിൽ കോമ്പൗണ്ട് മതിൽ ഇടിഞ്ഞു വീണ് 10 വയസ്സുകാരി മരിച്ചു. കനകരൈ സ്വദേശി നൌഷാദിന്റെ മകൾ നയീമയാണ് മരിച്ചത്. കെ.വി. ബൈജു നമുക്കൊപ്പം ചേരുന്നു. ബൈജു, സംസ്ഥാനത്ത് കാസർഗോഡ് ജില്ലയിൽ തന്നെ അതിരൂക്ഷമായ മഴയുണ്ട്. പ്രത്യേകിച്ച് നിർത്തിയിട്ട വാഹനങ്ങൾ ഒഴുകിപ്പോയി എന്ന വാർത്തയൊക്കെ മഞ്ചേശ്വരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്താണ് അവിടുത്തെ സാഹചര്യം? ഒപ്പം ദേശീയപാതയുടെ അവസ്ഥ എന്താണ്? സൈത്തെ, ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ മഞ്ചേശ്വരത്ത് നിർത്തിയിട്ട കാറും അതുപോലെ തന്നെ ഒരു സ്കൂട്ടറും വെള്ളക്കെട്ടിൽ ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ മഞ്ചേശ്വരത്ത് പല മേഖലകളിലും ഇത്തരത്തിൽ വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. പല സ്ഥലങ്ങളിലും റോഡ് തന്നെ ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ നമ്മൾ ചട്ടഞ്ചാലിലാണ്. ചട്ടഞ്ചാൽ ചെർക്കള പാതയിലാണ് ഏറ്റവും വലിയ ഈ മലവെള്ളപ്പാച്ചിൽ തന്നെ ദേശീയപാതയിലേക്ക് എത്തിയത്. ഇതിനെ തുടർന്ന് ഈ പ്രദേശത്ത് ഇപ്പോൾ ഈ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. ചന്ദ്രഗിരി പാലം വഴിയാണ് ഇപ്പോൾ വാഹനങ്ങളെല്ലാം കടത്തിവിടുന്നത്. അത്രത്തോളം വലിയ മലവെള്ളപ്പാച്ചിലാണ് ദേശീയപാതയിൽ ഇവിടെ അനുഭവപ്പെടുന്നത്. മാത്രമല്ല, ഇവിടെ നേരത്തെ വലിയ ഗർത്തം രൂപപ്പെട്ടൊരു പ്രദേശം കൂടിയാണ് ഈ ചട്ടഞ്ചാൽ ബേബിഞ്ച എന്ന് പറയുന്ന സ്ഥലത്ത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് പൂർണ്ണമായും ഗതാഗതം ഇപ്പോൾ നിരോധിച്ചിരിക്കുന്നു. മലയോര മേഖലകളിലും പല റോഡുകളിലും ഇത്തരത്തിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല മേഖലകളിലും ഗതാഗതം പൂർണ്ണമായും നിരോധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ അല്പസമയം മുമ്പ് നമുക്ക് കിട്ടിയ വിവരം ചന്ദ്രഗിരി പാലം വഴിയുള്ള പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ മണ്ണിടിച്ചൽ ആരംഭിച്ചിട്ടുണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ ദേശീയപാത വഴി, സംസ്ഥാന പാത വഴിയും കണ്ണൂർ ഭാഗത്തേക്കോ അല്ലെങ്കിൽ കണ്ണൂർ ഭാഗത്ത് നിന്നും മംഗളൂരു ഭാഗത്തേക്കോ യാത്ര ചെയ്യാൻ കഴിയാത്ത രീതിയിൽ പൂർണ്ണമായും യാത്രാ തടസ്സം നേരിടാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും സൈറ്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ മംഗളൂരുവിലാണ് 10 വയസ്സുകാരിക്ക് ദാരുണമായ ഒരു അന്ത്യമുണ്ടായിരിക്കുന്നത്. ഈ വീടിന് തൊട്ട് പിറകിലുള്ള വലിയൊരു കുന്നിടിഞ്ഞ് കോമ്പൗണ്ട് ഹാളിൽ വീഴുകയും അത് വീടിനകത്തേക്ക് വീഴുമാണ് ഈ 10 വയസ്സുകാരിക്ക് ഇത്തരത്തിൽ ഒരു മരണം സംഭവിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു ഈ സംഭവം. ഈ ദക്ഷിണ കന്നഡ ജില്ലയിൽ എല്ലാം വ്യാപകമായ മഴ ഉണ്ട്. അതുപോലെ തന്നെ വെള്ളക്കെട്ട് രൂക്ഷമാണ് ഈ പ്രദേശങ്ങളിലൊക്കെ. എന്തായാലും കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കാലവർഷത്തിന് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ശക്തമായ മഴ ഉണ്ടായ ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ജില്ലയിലെ മിക്ക നദികളിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും പുഴ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യം തന്നെയാണ്. കടലാക്രമണ ഭീഷണിയും ശക്തമായി നിലനിൽക്കുന്നു. അത്തരത്തിൽ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം മഴ ശക്തമായി തുടരുന്നു. ഇന്നലെയാണ് ശക്തമായൊരു മഴ ആരംഭിച്ചത്. അത് നിർത്താതെ പെയ്യുന്നൊരു മഴയാണ്. 24 മണിക്കൂറിലധികം തുടർച്ചയായി മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഇനി വരുന്ന മണിക്കൂറുകളിലും മഴ ഇത്തരത്തിൽ തുടർന്നാൽ വലിയ തോതിലുള്ള വെള്ളക്കെട്ട് ജില്ലയിൽ അനുഭവപ്പെടുന്ന സാഹചര്യം തന്നെയാണ് ഉണ്ടാവുക. എന്തായാലും ദേശീയപാത സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശീയപാതയിൽ പലയിടങ്ങളിലും അപകട ഭീഷണിയുണ്ട്. മണ്ണിടിച്ചൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ റോഡ് ഇടിഞ്ഞ് താഴുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കൂളിയങ്കാലിലും ആറങ്ങാടിയിലും കല്യാൺ റോഡിലുമൊക്കെ കഴിഞ്ഞ ദിവസം നമ്മളത് റിപ്പോർട്ട് ചെയ്തതാണ്. ഏറ്റവും ഒടുവിലായി മാവുങ്കാൽ ദേശീയപാതയിൽ മേൽപ്പാലത്തിന് മുകളിൽ വലിയ വിള്ളൽ അനുഭവപ്പെട്ടത്. കമ്പി പോലും പുറത്തേക്ക് കാണുന്ന രീതിയിൽ. ഇപ്പോൾ ചട്ടഞ്ചാലിലാണ് ഏറ്റവും വലിയ അപകട ഭീഷണിയുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും ഇപ്പോൾ നിരോധിച്ചിരിക്കുന്നതും. സജിത്ത്, അതെ, ദേശീയപാതയിലാണ് അവിടുത്തെ സാഹചര്യം. ഇപ്പോൾ കാണുന്നത് ദേശീയപാതയിലെ ദൃശ്യങ്ങളാണ്. മണ്ണിടിച്ചിലാണ്. നിർമ്മാണത്തിലേക്കും ദേശീയപാതയിൽ വീണ്ടും മണ്ണിടിച്ചിൽ, അപകട സാധ്യത. അതുകൊണ്ട് തന്നെ ഗതാഗതം വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. അതിരൂക്ഷമായ പ്രതിസന്ധി കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് രൂപപ്പെട്ടിരിക്കുന്നു എന്നതാണ് ദേശീയപാതയുടെ സ്ഥിതി. കാസർഗോഡ് നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്.